അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുറത്ത് വരുന്ന സമയത്ത് ഞങ്ങളുടെ SFI ഇങ്ങനെയല്ല, ഇവിടെ ഒന്നും ഇങ്ങനെയല്ല എന്ന് ഈ കോളേജ് വികാരം, ഈ വൈകാരികത ഇളക്കി വിട്ട് അവിടെയുള്ള എല്ലാവരെ കൊണ്ട് SFI തന്നെ പറയിപ്പിക്കും. ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് ഇനി ഈ കാര്യങ്ങളിലൊന്നും ഒരു നീതിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അനുഭവിക്കാനുള്ളതെല്ലാം അവിടെ നിന്ന് അനുഭവിച്ചാണ്. ഇപ്പോഴും മീഡിയയിൽ നടക്കുന്ന പല ചർച്ചകളുടെയും പാർട്ടായിട്ട് വരുന്ന ഓഡിറ്റിങ്ങിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാവുന്ന കോൺഫ്ലിക്റ്റും ഷെയിമൊക്കെ മുതലെടുക്കുന്ന SFI തന്നെയാണ്. പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചില പ്രതികരണങ്ങളുമായി കുറച്ച് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരുന്നു. എല്ലാം മാധ്യമ സൃഷ്ടികളാണെന്നായിരുന്നു അവരുടെ പ്രധാന ആരോപണം. ഇതിനു മുമ്പ് വിദ്യാർത്ഥികൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും എല്ലാം മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച കഥകളാണെന്നും അവർ പറഞ്ഞു. എന്നാൽ തനിക്കുണ്ടായ ദുരനുഭവത്തെ പറ്റി അതേ കോളേജിലെ ഒരു വിദ്യാർത്ഥി ദ ഫോർത്തിനോട് പ്രതികരിച്ചത് ഇങ്ങനെ: ഞാൻ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഫൈനൽ ഇയർ ഇന്റേൺഷിപ്പ് സ്റ്റുഡൻ്റ് ആണ്. എന്നിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് SFIയിൽ നിന്ന് ഞാൻ അണ്ടർഗോ ചെയ്തിട്ടുള്ള ഇൻജസ്റ്റിസും എൻ്റെ അനുഭവങ്ങളുമാണ്. കോളേജിലെ ഏക വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. അത് അവരവിടെ ഭീഷണി കൊണ്ടും ഏകാധിപത്യം കൊണ്ടും തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ നിലനിർത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാൻ ഫസ്റ്റ് ഇയർ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിരിക്കുന്ന സമയത്ത് SFIയുടെ യൂണിറ്റ് മെമ്പേഴ്സ് പെട്ടെന്ന് ക്ലാസ്സിൽ വരുന്നു. അപ്പോൾ നമുക്കന്നൊരു മെമ്പർഷിപ്പ് സ്ലിപ്പൊക്കെ തന്നു. ഇതെല്ലാവരും പൂരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്ന് അത് എല്ലാവരും തന്നെ പൂരിപ്പിക്കുകയും ചെയ്തു. പിന്നെ പറഞ്ഞത് നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും സഖാക്കന്മാരെന്നായിരിക്കും അഡ്രസ്സ് ചെയ്യുക. പിന്നെ അന്ന് വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ ഈ ക്യാമ്പസിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൊടി നാട്ടാന്ന് നീയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ആണെന്ന്. അതൊരു ഭീഷണിയുടെ സ്വരം തന്നെയായിരുന്നു. അവിടുത്തെ SFIയുമായിട്ട് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് ഒരു പ്രശ്നത്തിൽ അവിടുത്തെ അസിസ്റ്റൻറ്റ് വാർഡൻ ഞങ്ങൾ തികച്ചും സത്യസന്ധമായ കാര്യങ്ങളാണ് മീഡിയയിലൂടെ പറഞ്ഞിട്ടുള്ളത്, സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുള്ളത് എന്നിരിക്കെ അവർ ഞങ്ങളുടെ പേരിൽ ഒരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസ് ഫയൽ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് എന്ന് ഞങ്ങളെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരുടെ ഫ്രണ്ടായിട്ടുള്ളൊരു പോലീസ് ഓഫീസറെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചു. എന്നിട്ട് അവിടെ വരണമെന്നും ഇന്ന സമയത്ത് ഇന്ന ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമെന്നും പറഞ്ഞ് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ പോലീസ് ഓഫീസറിൽ നിന്ന് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഭീഷണി ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല, ഇത് ഡിഫമേഷൻ്റെ ഒരു കേസാണ്. അപ്പം അത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്കിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നിരിക്കെ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരൻ ഭയങ്കരമായി ഭീഷണിപ്പെടുത്തി വന്നു. അപ്പോൾ ഞങ്ങളത് റെക്കോർഡ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. ഫോണിൽ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം ഈ ശബ്ദരേഖ അന്ന് കോളേജിലും, എനിക്ക് തോന്നുന്നു കോളേജിൽ ഉൾപ്പെടെ ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ SFI യൂണിറ്റിനെ വന്ന് ഇത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ രണ്ടാൾക്കാരുടെയും സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, അത് അസിസ്റ്റൻറ്റ് വാർഡൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്, അതുകൊണ്ട് അതിനകത്ത് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അവിടുത്തെ 2 കുട്ടികളെ ഇല്ലാത്ത കേസിന് അവനവന് ഫ്രണ്ട്ഷിപ്പുള്ള അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് വെച്ച് ഒരു പോലീസ് ഓഫീസറെ കൊണ്ട് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വരുത്തിക്കുക, അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുക. പിന്നെ നമ്മളിത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അസിസ്റ്റൻറ്റ് വാർഡിൻ്റെ പേഴ്സണൽ ചോയ്സ് ആയതുകൊണ്ട് അന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് SFI യൂണിറ്റ് എന്ന് പറഞ്ഞത്, കോളേജും. അപ്പോൾ ഈ ഏക വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ളത് ഭയങ്കര ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സെറ്റപ്പ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതിന് റീസണായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത് വെറ്റിനറി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഇവിടെ നല്ലത്. പിന്നെ അതുപോലെ തന്നെ KSUവും MSF ഉള്ള സംഘടനകളൊക്കെ വന്ന് ഇവിടെ വർഗീയത വളരും. അതൊക്കെയായിരുന്നു അന്ന് ഇവർ ഇതിന് റീസണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ സെക്കൻഡ് ഇയർ ആയിരുന്ന സമയത്ത് റാഗിങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഒരു ബാച്ച് ഫുൾ ഒരു കൂട്ടമായിട്ട് ഒരു റൂമിലോട്ട് വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിൽ അത് അസിസ്റ്റന്റ് വാർഡൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ വളരെ നോർമലൈസ് ചെയ്ത് ഇതൊന്നും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അത് ആ കംപ്ലൈൻറ്റ്, ആ പരാതി അവിടെ തന്നെ നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് പോലും പോയിട്ടില്ല. അപ്പോൾ ക്യാമ്പസിൽ റാഗിങ് ഉണ്ടായിട്ടില്ല ഒരു പോയിന്റിലും, അങ്ങനെയൊക്കെ ഇപ്പോൾ പലരും പറയുന്നത് ഞാൻ കേൾക്കുന്നു. അവിടുത്തെ കുട്ടികൾ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ പറയുന്ന ഈ സെറ്റപ്പിൻ്റെ ഒന്നും ഉള്ളിൽ നിൽക്കാതെ പല രീതിയിലും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുള്ള കുട്ടികൾക്ക് ഇവരുടെ സിമിലർ എക്സ്പീരിയൻസസ് ആവില്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവുക. ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് ഇനി ഈ കാര്യങ്ങളിലൊന്നും ഒരു നീതിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അനുഭവിക്കാനുള്ളതെല്ലാം അവിടെ നിന്ന് അനുഭവിച്ചാണ്. പക്ഷേ ഇതെനിക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതുകൊണ്ടാണ്. അവിടെ SFIക്ക് എതിരായിട്ടൊരു സംഘടന ഇല്ലെന്നത് പോലല്ല, അവിടെ ഒരു എതിരഭിപ്രായം പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യപരവുമായ പ്രവർത്തനമാണ് ക്യാമ്പസിനുള്ളിൽ SFI നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ എല്ലാ രീതിയിലും ഇൻവാലിഡേറ്റ് ചെയ്യാനും ടോർച്ചർ ചെയ്യാനും ക്രെഡിബിലിറ്റി ഇല്ലാണ്ടാക്കാനും ഭയങ്കരമായിട്ട് എക്സ്ക്ലൂഡ് ചെയ്യാനും അവർക്ക് വേറെ ഒരു രീതിയിലും എവിടെ നിന്നും ഒരു സഹായം കിട്ടില്ലെന്ന് ഉറപ്പാക്കാനൊക്കെ SFIക്ക് എല്ലാ പോയിന്റിലും തന്നെ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. മീഡിയ നടത്തുന്ന പലതരം ഓഡിറ്റിങ്ങും ഉണ്ടല്ലോ. അവിടുത്തെ കുട്ടികളെ അവരെ പ്രതികരണ ശേഷിയില്ലാത്തവരാക്കി ചിത്രീകരിച്ച്. അപ്പോൾ എനിക്കതിനോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. കാരണം എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടും എത്രമാത്രം അവനവൻ്റെ മെൻ്റൽ ഹെൽത്തൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ഒരു ഡയറക്റ്റ് വിറ്റ്നസ് അല്ല ഞാൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സിദ്ധാർത്ഥൻ വളരെ ക്രൂരമായിട്ടുള്ള ഫിസിക്കൽ വയലൻസും മോബ് ലിഞ്ചിങ്ങും ഇമോഷണൽ ടോർച്ചറൊക്കെ അവിടെ നിന്ന് അണ്ടർഗോ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും വയലൻസ് ഒരു കൂട്ടം ആളുകൾ, ഇപ്പോൾ ഇതിൽ പ്രതികളാണെന്ന് പറയുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം ഒരു ഹോസ്റ്റലിൽ ചെയ്യാനുള്ള ധൈര്യം അവർക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ കാലങ്ങളായി ഇവിടെ നോർമലൈസ്ഡ് ആയിരുന്ന പലരായിട്ട്, ഈ സീനിയേഴ്സ് മുതൽ ഇവിടെ വർഷങ്ങളായിട്ട് നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള റാഗിങ്ങും വയലൻസും അതുപോലെ ഇവിടുത്തെ SFIയുടെ ഏകാധിപത്യമൊക്കെ തന്നെയാണ്, അതിൻ്റെയൊക്കെ ബാക്കിപത്രമാണ് ഇങ്ങനൊരു സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും മീഡിയയിൽ നടക്കുന്ന പല ചർച്ചകളുടെയും പാർട്ടായിട്ട് വരുന്ന ഓഡിറ്റിങ്ങിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാവുന്ന കോൺഫ്ലിക്റ്റും ഷെയിമൊക്കെ മുതലെടുക്കുന്ന SFI തന്നെയാണ്. അവിടെ നിന്നിട്ട് വീണ്ടും അവരുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്നത് SFI ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് ഞങ്ങളുടെ SFI ഇങ്ങനെയല്ല, ഇവിടെ ഒന്നും ഇങ്ങനെയല്ല എന്ന് ഈ കോളേജ് വികാരം, ഈ വൈകാരികത ഇളക്കി വിട്ട് അവിടെയുള്ള എല്ലാവരെ കൊണ്ട് SFI തന്നെ പറയിക്കും.